പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള ഉള്ളിവടയാണ്. ചായക്കടയിൽ തയ്യാറാക്കുന്ന അതേ ഒരു പെർഫെക്ഷനോടും ടേസ്റ്റോടും കൂടി ഉള്ളിവട നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷനാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണൂ. പോകാം റെസിപ്പിയിലോട്ട്. വടയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചായക്കടയിൽ വട തയ്യാറാക്കുമ്പോൾ എപ്പോഴും മൈദപ്പൊടി മാത്രം വെച്ചിട്ടാണ് വട തയ്യാറാക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് ബാക്കി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവോള, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത്, എരിവിനായിട്ട് ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ബാറ്ററിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നതാണ് ഇതിന്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ്, ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്. ഇവ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ 2 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തത്. ബാറ്റർ ഒരു സ്റ്റിക്കി പരുവത്തിൽ വേണം നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നിങ്ങൾ മാവ് കുഴയ്ക്കുമ്പോൾ കുഴച്ചെടുക്കുക. ഈ കുഴച്ചെടുത്ത മാവ് ഇനി ഒന്ന് അല്പനേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ മാവ് അല്പം കൂടി സോഫ്റ്റ് ആയിട്ട് വട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. 2 മണിക്കൂർ അടച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി വട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ ഇവിടെ ഒരു മീഡിയം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ഉരുള മാവ് എടുക്കുക. കൈയുടെ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അത് നമുക്ക് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ രീതിയിലായിരിക്കണം നമ്മൾ മാവ് ഒന്ന് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഓരോ പ്രാവശ്യം മാവ് എടുക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളത്തിൽ കൈ നനച്ചു കൊടുത്തിട്ട് മാവ് എടുക്കുക. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത വട ഇവിടെ ഒന്ന് പൊങ്ങി അടിവശമൊക്കെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറായിട്ടൊന്നും വന്നിട്ടുണ്ട്. ഈ സമയം തിരിച്ചിട്ട് കൊടുക്കാം. വട തിരിച്ചു മറിച്ചിട്ട് 2 സൈഡും ഗോൾഡൻ കളർ ആവണ വരെ കുക്ക് ചെയ്തെടുക്കുക. അതിനു മുന്നേ സ്റ്റവിന്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിലിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് വേണം വടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ആദ്യത്തെ ബാച്ച് വട ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചായക്കട സ്പെഷ്യൽ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ആദ്യമായിട്ട് ഉള്ളിവട ഉണ്ടാക്കുന്നവർക്ക് പോലും ഒട്ടും പാളിപ്പോകാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇതുവരെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു.